മിനിറ്റ്സിൽ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി. എത്ര എഫക്റ്റീവാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ മുടിയെ നല്ല പളപളാന്ന് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് ഉള്ളോട് കൂടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. ഇനി ആരും നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ മുടിക്ക് ഉള്ളില്ല, അതല്ലെങ്കിൽ എൻ്റെ മുടി കാണാൻ ഭംഗിയില്ല എന്നൊന്നും നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. ഈ ഒരു ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ആരുടെ വീട്ടിലും ഇതില്ല എന്ന് പറയാനില്ലാലേ നമ്മുടെ സ്വന്തം ചോറാണ്. ചോറ് നമുക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വാർത്തെടുത്ത പുതിയ ചോറ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ബാലൻസ് വരുന്ന നമ്മുടെ പഴയ ചോറുണ്ടല്ലോ, വെള്ളച്ചോറ്, അതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ ഹെയർ കെയറിന് മതി. ഇനിയിപ്പോൾ കേട് വന്ന ചോറാണെന്നുണ്ടെങ്കിലും പുളിച്ച ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതെടുക്കാം കേട്ടോ. അത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഒരു കപ്പ് സൈസാണ്, ഒരു കപ്പിൽ കുറച്ച് ഒരു കൈപ്പിടി നിറച്ചും പൊന്നിയരിയുടെ ചോറാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. ഇങ്ങനെ തേങ്ങയായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് അരിച്ചെടുക്കണം. പക്ഷേ തേങ്ങാപ്പാലായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇന്ന് അരിച്ചെടുക്കണില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കണത്. തേങ്ങാപ്പാലുണ്ടല്ലോ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഷൈനിങ് തരാനും ഒരു തിളക്കം തരാനും നമ്മുടെ മുടിയെ ഫുള്ളായിട്ട് ടോട്ടലി മാറ്റി ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, അങ്ങനെ മുടിയിൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ മുടിയെ സൂപ്പറായിട്ട് മാറ്റാൻ കഴിവുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് നമ്മുടെ തേങ്ങാപ്പാൽ. നമ്മൾ വെറുതെ നമ്മുടെ മുടിയിൽ തേങ്ങാപ്പാൽ തേക്കുന്നതും നമ്മുടെ മുടിക്ക് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് നമ്മൾ മാവരിക്കുന്ന സമയത്ത് ഉഴുന്ന് ചേർക്കുമ്പോൾ മാവ് എങ്ങനെ പൊന്തി വരുന്നുണ്ടോ അതേപോലെ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് തിക്നെസ് തരാനും നമ്മുടെ മുടി നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്ത് ഓരോ മുടിയുടെ ഇഴയും നല്ലപോലെ വീർത്ത് തിക്കായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഉഴുന്നും കൂടെ ഈ ഒരു ഹെയർ പാക്കിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് നേരെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയില്ലേ. ഞാനിപ്പോൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇത്ര ലൂസ് വേണ്ട, ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത് കുഴപ്പമില്ല, എന്നാലും വെള്ളം കൂടാതെ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു എഗ് വൈറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുട്ട ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാക്കായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ മുട്ട മുടിയിൽ അപ്ലൈ ചെയ്യണത് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടയും കൂടെ ചേർക്കണം. മുട്ടയിൽ ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിലോട്ട് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ മുടിക്ക് കിട്ടുക. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കണത് കേട്ടോ. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിനി ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഓയിലി ഹെയറിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞ് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ തുമ്പ് വരയ്ക്കും ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ നല്ലപോലെ വലിച്ചു കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കേളി ഹെയർ ആണ്, അതല്ലെങ്കിൽ പാതിക്ക് വെച്ച് മുടി ഇങ്ങനെ ചുരുണ്ട് കൂടി പോയി നിൽക്കുക, അതേപോലെ തന്നെ മുടിയിലെ ഇടയിൽ നമ്മുടെ മുടി ഈ ഡ്രൈനെസ് കൂടിയിട്ട് മുടി കട്ടായിട്ട് താഴെ വീഴുമല്ലോ, അപ്പോൾ പാതിക്ക് വെച്ച് ഇങ്ങനെ മുടി നിൽക്കുമല്ലോ, അതൊക്കെ നല്ലപോലെ സ്ട്രെങ്തനായിട്ട് ഈവണായിട്ട് ഒരേപോലെ മുടിയുടെ മുകൾ വശം മുതൽ മുടി വേര് മുതൽ മുടിയുടെ അറ്റം വരയ്ക്കും ഒരേപോലെ വളരാനും ഈ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സഹായിക്കും കേട്ടോ. അപ്പം ഞാനിനി ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു വെച്ച് നമുക്ക് മുടിയൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം മുടി കഴുകിയെടുത്തിട്ടുള്ള ആഫ്റ്റർ റിസൾട്ടും കൂടി ഞാൻ കാണിക്കാം. മുടിയൊക്കെ കഴുകി മുടിയൊക്കെ ഉണങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുടിയെ കണ്ട് വിശ്വസിക്കില്ല കേട്ടോ.
എത്രമാത്രം നമ്മുടെ മുടിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടാവും. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് 1 മടങ്ങ് മുടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 4 മടങ്ങായിട്ട് മാറും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാർലറിൽ പോയിട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഹെയർ സ്പാ കെരാറ്റിൻ പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമല്ലോ, ആ ഒരു എഫക്റ്റ് അതിനേക്കാളും കൂടുതലുള്ളൊരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് 10 പൈസ ചിലവില്ലാതെ കെമിക്കൽ ഒന്നുമില്ലാതെ നേച്ചുറലായിട്ട് കിട്ടണത് കേട്ടോ. ഇപ്പം നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകണം, മുടിയാണെന്നുണ്ടെങ്കിൽ കൊഴുവാല് പോലെ ഭംഗിയില്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻറ്റ് മൊത്തം പോകൂലേ. കാരണം നമ്മുടെ മെയിൻ ഒരു പാർട്ട് നമുക്ക് ഭംഗി എന്ന് പറയണത് തന്നെ നമ്മുടെ മുടിയാണ്. മുടി തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇല്ലേ, അതെനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ടോട്ടലി മാറി നിങ്ങളുടെ ലുക്ക് തന്നെ മാറും കേട്ടോ. നിങ്ങൾക്ക് അത്രമാത്രം ഭംഗിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല തിളക്കമുള്ള മുടിയായിരിക്കും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ആണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു റിസൾട്ട് താൽക്കാലികം മാത്രമായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് അടുത്ത തവണ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യണതെങ്കിലും ഒരാഴ്ച വരയ്ക്കും ഈ ഒരു റിസൾട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ ഈ ഒരു റിസൾട്ട് പോവും. അല്ലാതെ ഒറ്റ യൂസിൽ നമ്മുടെ മുടിക്ക് തിക്നെസ് കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു പാക്ക് ഇട്ട് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാം. പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയറുകൾ ചെയ്യാം, മുടിയുടെ തിക്നെസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ ആഴ്ചയിൽ 1 വട്ടോ 2 വട്ടോ ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മുടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിന് ഇത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.